ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടൊരു നഗരം. അതിന്റെ ഓരോ ചെളിമണ്ണിലും ഒളിഞ്ഞിരിക്കുന്ന ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷ്യങ്ങൾ. ഇത് ധനുഷ്കോടിയാണ്, ഒരു കാലത്ത് പൂർണ്ണജീവിതമുള്ള ഒരു നഗരവും. നോക്കാം ധനുഷ്കോടി എന്ന പ്രേത നഗരത്തെക്കുറിച്ച്. ഇനി ധനുഷ്കോടി എങ്ങനെയാണ് ഒരു ഗോസ്റ്റ് ടൗൺ ആയെന്ന കഥയോടെ പറയാം. അതായത് 1964 ഡിസംബർ മാസം 22-ാം തീയതി അർദ്ധരാത്രി ആൻഡമാനിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റ് ശ്രീലങ്കയൊക്കെ തകർത്തെറിഞ്ഞ് ഇന്ത്യൻ തീരത്ത് എത്തുകയുണ്ടായി. 2-3 ദിവസത്തിന് ശേഷം അത് ആഞ്ഞടിച്ചത് നമ്മുടെ രാമേശ്വരം, ധനുഷ്കോടി ആ ഏരിയയിലാണ്. 1800ഓളം പേര് മരണപ്പെടുകയുണ്ടായി. അതുകൂടാതെ ആ സമയത്ത് തന്നെ ധനുഷ്കോടിയിലേക്ക് പിക്നിക്കിന് വന്ന കുറച്ച് കുട്ടികളും ശ്രീലങ്കയിലെ തേയില ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ തേയിലത്തോട്ടത്തിലേക്ക് പണിക്ക് പോയ കുറച്ച് ജോലിക്കാരും അടങ്ങുന്ന ഒരു ട്രെയിൻ നമ്മുടെ പാമ്പൻ പാലത്തിലൂടെ വരികയുണ്ടായി. അതും ഈ ഒരു കൊടുങ്കാറ്റിൽ തകരുകയുണ്ടായി. ഏകദേശം 115ഓളം പേര് അതിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. 1800ഓളം പേരാണ് ആ ഒരു ദുരന്തത്തിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും തുടച്ചു നീക്കപ്പെട്ടത്. അതിനുശേഷം ഈ ഒരു സ്ഥലം താമസയോഗ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇവിടെയുള്ളവരൊക്കെ മാറി താമസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു ഗോസ്റ്റ് ടൗൺ, ഒരു പ്രേത നഗരമായി നമ്മുടെ ഈ ധനുഷ്കോടി മാറുകയുണ്ടായി. ഇത് ബംഗാൾ സമുദ്രം. ശ്രീലങ്ക ഇവിടുത്തെ 18 കിലോമീറ്റർ സ്ട്രൈറ്റ്. രാവിലെ നൈറ്റ് വെളിച്ചം தெரியும். இது அலை அடிக்காம இருந்தா கொஞ்சம் தெரியல. இதுதான் இந்தியா ஸ்ரீலங்கா பார்டர். തിരിച്ചു പോകുമ്പോൾ ഒളിച്ചു പോണ റെയിൽവേ സ്റ്റേഷൻ ചർച്ച് കണ്ടിട്ട് അവിടെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ ചർച്ച് എല്ലാം അവിടെ ഉണ്ട്. ഇവിടെ 2 കടൽ മട്ടുന്ന ബീച്ച് മട്ടുന്ന വേറെ സ്ഥലം ഒന്നും കിടயாது. അത് ഇപ്പൊ തിരിച്ചു പോകാൻ അത് അപ്പോൾ പോകും. തെളിഞ്ഞ വെള്ളവും അതിശയകരമായ കടൽ തീരവും ചേർന്ന് ഭൂമിയിൽ ഇങ്ങനെയൊരു ഇടമുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ അമ്പരപ്പിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി. തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമാണ്. മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ തിരക്കുകൾ ഇല്ലാതെ, ആഡംബര കാഴ്ചകളില്ലാതെ ഒരു ദുരന്തശേഷിപ്പായി നിലകൊള്ളുന്ന ഇവിടം സഞ്ചാരികളുടെ പ്രിയ നഗരമാണ്. രാമായണത്തിലെ രാമനും രാവണനും സീതയും രാമസേതുവുമെല്ലാം ഈ നഗരത്തിന്റെ നിറമുള്ള കഥകൾക്ക് ചാരുത പകരുന്നു. 1964 ഒരു ചുഴലിക്കാറ്റിനെ തുടർന്ന് നശിപ്പിക്കപ്പെട്ട നഗരമാണ് ധനുഷ്കോടി. ഒരു കാലത്ത് സമ്പന്നമായിരുന്ന പട്ടണത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്ന് ധനുഷ്കോടിയുടെ മുതൽക്കൂട്ട്. എന്നാൽ ഈ മിതമായ കാഴ്ചകളും ജനസാന്ദ്രത കുറഞ്ഞ അവസ്ഥയും ധനുഷ്കോടിക്ക് വേറിട്ടൊരു ചാരുത പകരുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ധനുഷ്കോടി നിശബ്ദമായതും ഒറ്റപ്പെട്ടതും? ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറുവശത്ത് ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി ഒരു കാലത്ത് തിരക്കേറിയതും സമൃദ്ധവുമായ ഒരു നഗരമായിരുന്നു. വീടുകൾ, സ്കൂളുകൾ, പള്ളി, ക്ഷേത്രം, പോസ്റ്റ് ഓഫീസ്, ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം ഈ നഗരത്തിലുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മത്സ്യബന്ധന ശൃംഖല ഈ കൊച്ചു പട്ടണത്തിലെ ആയിരക്കണക്കിന് ആളുകളിലൂടെ സജീവമായിരുന്നു. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള കരമുഖേനയുള്ള ഏക അതിർത്തി കൂടിയാണിത്. നിരവധി തീർത്ഥാടകർക്കും വ്യാപാരികൾക്കും ഒരു പ്രധാന തുറമുഖവുമായിരുന്നു ഇത്. സഞ്ചാരികളും തീർത്ഥാടകരുമെല്ലാം രാമായണ കഥകളിലൂടെ ഇവിടേക്ക് എത്തിയിരുന്ന സമയത്താണ് 1964 ഡിസംബർ 22 ധനുഷ്കോടിയിലുടനീളം ഒരു വലിയ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. 170 മൈൽ വരെ വേഗതയിൽ കാറ്റ് വീശുകയും നഗരം മുഴുവൻ തകർന്നടിയുകയും ചെയ്തു. അന്ന് നശിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടവുമായി ആൾതാമസമില്ലാതെ ഇന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ധനുഷ്കോടിയുള്ളത്. അന്ന് സംഭവിച്ച അപകടത്തിൽ 1800-ലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പട്ടണത്തിലെ എല്ലാ വീടുകളും നിലംപൊത്തി. മദ്രാസ് സർക്കാർ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ല എന്ന ലേബലും ധനുഷ്കോടിക്ക് നൽകി. വർഷങ്ങൾക്ക് ശേഷം ഏതാനും കുടുംബങ്ങൾ തിരികെ എത്തി. അവരിൽ ചിലർ മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കി ഇന്നും അവിടെ ജീവിക്കുന്നു. പുരാണവുമായി വളരെയധികം ബന്ധമുള്ള ഇടമാണ് ധനുഷ്കോടി എന്ന് പറഞ്ഞല്ലോ. സീതയെ രാവണന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനായി രാമനും സൈന്യവും രാമസേതു നിർമ്മിച്ച സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയപ്പെടുന്നു. സീതയെ രക്ഷപ്പെടുത്തിയ ശേഷം വിഭീഷണന്റെ അഭ്യർത്ഥന പ്രകാരം രാമൻ തന്റെ വില്ലിൽ നിന്ന് അമ്പുകൾ ഉപയോഗിച്ച് പാലം നശിപ്പിച്ചു. അങ്ങനെയാണ് ഈ പട്ടണത്തിന്
ധനുഷ്കോടി എന്ന് പേര് വന്നതെന്ന് വിശ്വസിക്കുന്നു. ധനുഷ്കോടിയിൽ ഒട്ടേറെ കാഴ്ചകൾ കാണാനുണ്ട്. അതിലൊന്നാണ് വിസ്മയമായി നിലകൊള്ളുന്ന പാമ്പൻ പാലം. ഈ പാലം ഇപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ കടൽപ്പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലവുമാണിത്. മികച്ച വാസ്തുവിദ്യയിലൂടെയാണ് ഇത് ശ്രദ്ധ നേടിയത്. നിർഭാഗ്യവശാൽ 1964 ധനുഷ്കോടിയിലുണ്ടായ ചുഴലിക്കാറ്റിനെ തുടർന്ന് പാലത്തിന് വലിയ നാശനഷ്ടമുണ്ടായി. എന്നാൽ വെറും 48 ദിവസത്തിനുള്ളിൽ പാലം പുനർനിർമ്മിക്കുകയും ചെയ്തു. പിന്നെ ധനുഷ്കോടിയിൽ മെയിനായിട്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ലൈവായിട്ട് ഫിഷ് നിങ്ങൾക്ക് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടുത്തെ കടലിൽ നിന്ന് എടുക്കുന്ന ശംഖ് അങ്ങനെയുള്ള മറ്റ് വസ്തുക്കളും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അതൊക്കെയാണ് ധനുഷ്കോടിയിലെ മൊത്തത്തിലുള്ള കാഴ്ചകൾ. ധനുഷ്കോടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ഒരു ഫ്രെയിം ഈ പഴയ പോർച്ചുഗീസ് പള്ളി തന്നെയായിരിക്കും. പുള്ളി തകർന്നു, അകത്തെ അൾത്താരയ്ക്ക് മാത്രം കേടുപാടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കാഴ്ചകളിലേക്കാളൊക്കെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഫുള്ള് പണികളും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് ആ ഒരു ഗോസ്റ്റ് ടൗണിൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയൊരു പക്ക ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയ പോലൊക്കെ തോന്നുന്നു. ധനുഷ്കോടി പഴയ ടൗണിൽ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഇവിടുത്തെ നഗരത്തിൻ്റെ ശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പൊട്ടിയ പള്ളികളും സ്കൂളുകളും ആരാധനാലയങ്ങളും പിന്നെ ആശുപത്രികളും പിന്നെ ഈ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. கடற்காரில் தோணினாலுமே நல்ல வெள்ளம் தான். இந்த ஏரியா பூரா ராமர் பாலம் பட்ட காடு, அதனால എங்கே തന്നാലും സ്വീറ്റ് പണി தான். സിമ്പിൾ ആൻസർ. രാമൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമിയായതുകൊണ്ട് കടലാണെങ്കിൽ കൂടി എവിടുന്ന് കുഴിച്ചാലും നല്ല വെള്ളമാണെന്ന് പറയുന്നത്. അത് സയൻറ്റിഫിക്കലി എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. സാധാരണ കടൽ തീരത്തേക്കുള്ള കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നത് ഉപ്പല്ലേ, ഇതങ്ങനല്ല. ധനുഷ്കോടിയിൽ അധികം കേടുപാടുകളൊന്നും പറ്റാതെ പിടിച്ചു നിന്ന ഒരു അമ്പലമുണ്ട്, കോദണ്ഡരാമർ ടെമ്പിൾ. നിങ്ങളിപ്പോൾ ധനുഷ്കോടി വന്നാൽ കാണാൻ പറ്റുന്ന മെയിനായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അരിച്ചൽ മുനമ്പിൽ പോയി അവിടുന്ന് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ചേരുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ധനുഷ്കോടി പഴയ ടൗണിൽ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഇവിടുത്തെ നഗരത്തിൻ്റെ ശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പൊട്ടിയ പള്ളികളും സ്കൂളുകളും ആരാധനാലയങ്ങളും പിന്നെ ആശുപത്രികളും പിന്നെ ഈ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ധനുഷ്കോടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്.